പ്രിയമുള്ളവരെ, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. 1995 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിൽ ആദ്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നീട് 2000-ലും 2005-ലും 2010-ലും 2015-ലും 2020-ലും തെരഞ്ഞെടുപ്പുകൾ നടന്നു. 1200-ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. 941 ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഇതെല്ലാം കൂടി 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഏതാണ്ട് 17,000-ലേറെ മെമ്പർമാർ, വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന 17,000-ഓളം ജനപ്രതിനിധികൾ. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ 30 വർഷത്തോളമായി ഈ ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നിട്ട്. രാജ്യം സ്വതന്ത്രമായ സമയത്ത്, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഭരണഘടനയിൽ ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെക്കുറിച്ചുള്ള പരാമർശം നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി എന്നല്ലാതെ തുടക്കത്തിൽ ഇവിടെ ഇത്തരം അധികാരത്തോടു കൂടിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് കേരളത്തിൽ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്തുകളൊക്കെ രൂപീകരിക്കപ്പെട്ടുവെങ്കിലും അതൊക്കെ നാമമാത്ര അധികാരങ്ങളോടുകൂടി, അതുപോലെ തന്നെ കേവലം ആലങ്കാരികമായ സഭകൾ മാത്രമായിരുന്നു, സമിതികൾ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. കഴിഞ്ഞ 30 വർഷമായിട്ട് കൃത്യമായ അധികാരങ്ങളോടുകൂടിയ സാമ്പത്തികമായ വിനിയോഗം വളരെ കൃത്യമായ രീതിയിൽ നടത്താൻ ശേഷിയുള്ള ഭരണസ്ഥാപനങ്ങളാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഇത്തരം അധികാര വികേന്ദ്രീകരണത്തിന് പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഗാന്ധിജി ഭരണാധികാരികളോട് സൂചിപ്പിച്ചതുപോലെ ഒരു നിയമനിർമ്മാണം നടത്തുന്ന സമയത്ത് അത് നിങ്ങൾക്ക് പരിചയമുള്ള ഏറ്റവും ദരിദ്രനായ വ്യക്തിയെ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നിയമനിർമ്മാണം നടത്തുകയാണെങ്കിൽ അത്തരം നിയമനിർമ്മാണങ്ങളിൽ തെറ്റ് പറ്റില്ല എന്ന് ഗാന്ധിജി സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ, ഏറ്റവും കൂടുതൽ ഗ്രാമപ്രദേശങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ദരിദ്രരായ ജനങ്ങൾ അധിവസിക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ പലപ്പോഴും കേന്ദ്ര ഭരണകൂടത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണ സമിതികൾക്കോ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കോ ഒന്നും തന്നെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇത്തരം ദരിദ്രരുടെ പ്രശ്നങ്ങൾ അടുത്തറിയാനോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനോ വളരെ എളുപ്പത്തിൽ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഭരണ സംവിധാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗാന്ധിജി ഒക്കെ തന്നെ നേരത്തെ തന്നെ അത് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ 1992 നമ്മുടെ പാർലമെൻറ്റിൽ 73-74 ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിക്കപ്പെടുന്നത്. 93 അത് നിയമമായി തീർന്നു. 94 കേരളത്തിലെ നിയമസഭ ഇതുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കി. 95 കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ കഴിഞ്ഞ 30 വർഷ കാലയളവ് എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. ജനങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജനങ്ങളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ എത്രമാത്രം ഫലപ്രദമായി ഇടപെടാൻ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഒരു വിലയിരുത്തൽ, അത് വളരെ അനിവാര്യമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും കുറേയൊക്കെ തന്നെ നേരത്തെ ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിലവിൽ വരുന്നതിനുമായി ബന്ധപ്പെട്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ചർച്ച നടന്ന സമയത്ത് അംബേദ്കറുടെയൊക്കെ ആശങ്ക ഇത് ഒരു കൂട്ടം പ്രമാണിമാരുടെ കയ്യിലേക്ക് ഇത്തരം പഞ്ചായത്ത് സമിതികളൊക്കെ അകപ്പെട്ടും അല്ലെങ്കിൽ അവർ കൈയടക്കി വെക്കും എന്നുള്ള ഒരു ആശങ്കയൊക്കെ അംബേദ്കർ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് തുടക്കത്തിൽ ഭരണഘടനയിൽ ഇത്തരം ഒരു കാര്യം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നേരത്തെ തന്നെ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരാതിരുന്നത് എന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പഞ്ചായത്ത് രാജ് സംവിധാനം അത് അത്തരത്തിലല്ല വിഭാവനം ചെയ്ത് അതിലെ വകുപ്പുകളും അതിലെ നിയമങ്ങളൊക്കെ തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് സ്ത്രീ സംവരണം, സ്ത്രീകൾക്ക് വളരെ കൃത്യമായ സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ഒരു അർത്ഥത്തിലൊക്കെ തന്നെ വളരെ ഫലപ്രദമായ രീതിയിൽ ഇത് നടപ്പിൽ വരുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാൽ അംബേദ്കർ ആശങ്കപ്പെട്ട ആ ഒരു പ്രമാണി വർഗം അത് കുറഞ്ഞ ജനറൽ സീറ്റുകളിലെങ്കിലും അത് ചില സ്ഥലങ്ങളിലെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ്.
പലപ്പോഴും അംബേദ്കർ പറഞ്ഞ ആ രീതിയിലുള്ള അന്ന് അദ്ദേഹം ആശങ്കപ്പെട്ട ആ ഒരു വിഭാഗം അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലല്ലെങ്കിലും പല തരത്തിലാണ് ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രമാണി വിഭാഗങ്ങൾ, അത് സാമ്പത്തികമാവാം അല്ലെങ്കിൽ മറ്റ് പല പദവികളും അല്ലെങ്കിൽ മറ്റു പല രീതിയിലുമാവാം. അത്തരത്തിൽ വാർഡുകളിലൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാത്ത, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാത്ത അത്തരം പ്രമാണികളെ തെരഞ്ഞെടുപ്പുകളിൽ കെട്ടിയിറക്കുന്ന സാഹചര്യം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. അത്തരം ചില സംഭവങ്ങളൊക്കെ തന്നെ, ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവാം നമുക്ക്. അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ജനങ്ങളത് അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഫലപ്രദമായ രീതിയിലുള്ളൊരു പഞ്ചായത്ത് രാജ് ഭരണ സംവിധാനം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. പക്ഷേ അത് എത്രമാത്രം ഫലപ്രദമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി തന്നെ പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം, ജനാധിപത്യത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി, അത് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാം. ജനാധിപത്യം ഏറ്റവും അടിസ്ഥാന തലത്തിലേക്ക് ഗ്രാമസഭകൾ, പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുള്ള ഗ്രാമസഭ ഇന്ന് നമുക്ക് പ്രായോഗികമല്ലാത്തതാണ് പ്രത്യക്ഷ ജനാധിപത്യ രീതി. പക്ഷേ ഗ്രാമസഭ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. ജനങ്ങൾക്ക് നേരിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് തീരുമാനങ്ങൾ തിരുത്തിക്കാനും തീരുമാനങ്ങൾ എടുപ്പിക്കാനും അധികാരമുള്ള ജനസഭ, ഗ്രാമസഭ. ഈ ഒരു സംവിധാനം അതിൻ്റേതായ ഫലപ്രദമായ രീതിയിൽ നടപ്പാക്കപ്പെടുന്നുണ്ടോ, ജനങ്ങളത് അതിൻ്റേതായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഭരണസമിതികൾ പറയുന്ന അല്ലെങ്കിൽ അധികാരികൾ കൊണ്ടുവരുന്ന നിയമങ്ങൾ അതിനെ എതിർക്കുന്ന സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അത്തരം തർക്കങ്ങളല്ല, ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് ഉണ്ടാവാം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ അത് വിലമതിച്ചുകൊണ്ട്, അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട്, പരിഹരിക്കേണ്ട വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട്, ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അതാണ് ഗ്രാമസഭകളുടെ അന്തസത്ത എന്ന് പറയുന്നത്. എന്തെങ്കിലും ചെറിയ പോരായ്മകൾ അവിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എടുത്ത തീരുമാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ ഭരണാധികാരികളും അല്ലെങ്കിൽ അത് നേതൃത്വം കൊടുക്കുന്നവരും തയ്യാറാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ എടുത്ത തീരുമാനങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. ഓരോ തീരുമാനങ്ങളും കൈക്കൊള്ളുന്ന സമയത്ത് അത് എവിടെയാണ് അതിൻ്റെ തടസ്സം, വളരെ കൃത്യമായ വിവരാവകാശ നിയമം നിലവിലുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. ഈ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ തന്നെ ഒരു തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കപ്പെടുന്നില്ല, വളരെ കൃത്യമായിട്ടൊരു വിവരാവകാശ നിയമം അനുസരിച്ച് ഏതൊരു പൗരനും പരാതി കൊടുത്ത് അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അത് മനസ്സിലാക്കുന്നതിൽ ഇത് സംബന്ധിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ പരാജയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇത്തരം ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതാത് സമയത്ത് തെരഞ്ഞെടുപ്പ് വേളകളിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല. അതിലൊരു സമ്മർദ്ദ തന്ത്രം എന്നുള്ള രീതിയിൽ മാത്രമേ അത് ഫലപ്രദമാവൂ. അതല്ല വേണ്ടത്. ഓരോ ഘട്ടത്തിലും അത് എന്തുകൊണ്ട് നടപ്പിലാവുന്നില്ല, എന്തെങ്കിലും ഒരു താലൂക്ക് തലത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ റോഡ് വികസനം, ഇതൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു കളിസ്ഥലം, ഇതൊന്നും എന്തുകൊണ്ട് നടപ്പിലാക്കപ്പെട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ എഴുതി ചോദിച്ച് അതിന് മറുപടി തരേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ സ്ഥാപനങ്ങളൊക്കെ ഇരിക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളും തയ്യാറാവേണ്ടതുണ്ട്, അതുപോലെ തന്നെ ജനങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഫലപ്രദമായ രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം ഫലപ്രദമായ രീതിയിലേക്ക് വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ചർച്ച ചെയ്യാനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾ അതൊക്കെ തന്നെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതികളാണ് നമുക്ക് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരേണ്ടത്. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോരായ്മകളെ കുറിച്ച് എടുത്ത് പറയുകയല്ല ചെയ്യുന്നത്. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു പദ്ധതികളൊക്കെ നടപ്പിലാക്കപ്പെടുന്നത്. പക്ഷേ അതിൽ തഴയപ്പെടുന്നത് എന്തെങ്കിലും ഉണ്ടോ, അത് ചർച്ച ചെയ്ത് തന്നെ പോകേണ്ടതുണ്ട്. അങ്ങനെ ആരും തഴയപ്പെടേണ്ടതല്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവേണ്ടതുണ്ട്. പദ്ധതികളെക്കുറിച്ച് നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ളത് അത് കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഒരു പദ്ധതി നടപ്പിലാക്കുന്നു, അതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ തന്നെ കൃത്യമായി സുതാര്യമായി അവതരിപ്പിക്കണം. ഇനി അതല്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കാൻ ജനങ്ങൾ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു അർത്ഥത്തിൽ വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ഭരണസമിതികൾ അതിൻ്റേതായ അർത്ഥത്തിൽ 100% ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമിതികളായിട്ട് മാറുകയുള്ളൂ.
ഇനി വരുന്ന സമിതികളും അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഏതൊരു വ്യക്തി തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയാവട്ടെ അവരൊക്കെ തന്നെ ജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്നവരാണ്, ജനങ്ങളുടെ അവകാശങ്ങൾ അറിയാം. പക്ഷേ അതൊക്കെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും ഇടപെട്ട് മറ്റ് വ്യക്തികളായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ അവരൊക്കെ തന്നെ ഇപ്പോൾ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ലീഗൽ സോവറൻ ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സോവറൻ ഉണ്ട്. അത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലൊക്കെ നമുക്ക് വളരെ പ്രകടമാണ്. ഇത് പ്രാദേശിക തലത്തിലുമുണ്ട് എന്നുള്ളത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട്. പ്രാദേശിക തലത്തിലുണ്ട്, അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അധികാരങ്ങളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. അത് തീരുമാനം എടുപ്പിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം പ്രാദേശിക തലത്തിലെ രാഷ്ട്രീയ പാർട്ടികളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും. ജനങ്ങൾക്ക് വേണ്ടി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കാനും അത് വാങ്ങിയെടുക്കാനും ശേഷിയുള്ളവരായിരിക്കണം. ആ ഒരു അർത്ഥത്തിൽ എല്ലാ അർത്ഥത്തിലും വളരെ ശക്തമായ രീതിയിലുള്ളൊരു ഒരു ഭരണസമിതി ആവട്ടെ ഇനി അടുത്ത 5 വർഷത്തേക്ക് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. ആ രീതിയിൽ ഇടപെടാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.